കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ രാജാക്കന്മാരുടെ കാലത്തുള്ളത് കൊണ്ട് എനിക്ക് രാജാവ് എങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വിളിച്ച 3 പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ 2026 മെയ് 18 ശേഷമല്ല സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയി വന്നത്. അതിനു മുമ്പേ സുകുമാരൻ നായരാണ് ജനറൽ സെക്രട്ടറി. അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന വി.ഡി. സതീശനെ എതിരെ ഈ സുകുമാരൻ നായരെ കൊണ്ട് ഓരോന്ന് പറയുമ്പോൾ അതിന് സുകുമാരൻ നായരെ സപ്പോർട്ട് ചെയ്തവരാണ് ഈ വിളിച്ച 3 പ്രേക്ഷകർ. മുഹമ്മദ് മഞ്ചേരി, രാമേന്ദ്രനോ കൊല്ലത്തിന് ചാത്തന്നൂരിന് വിളിച്ച പുള്ളി. ഇല്ല, അവരാരും അങ്ങനെ മുമ്പ് നമ്മള് ഞാൻ കേട്ടിട്ടുണ്ട് സാർ. അല്ലല്ല, ഞാൻ എന്റെ ഓർമ്മയിൽ അവരെല്ലാവരും നേരത്തെ സുകുമാരൻ നായരുടെയും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വിഷയമൊക്കെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടപ്പോൾ വിഷയം ചർച്ച ചെയ്ത സമയത്തൊക്കെ അവരതിനെതിരെ, പ്രത്യേകിച്ച് ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനൊക്കെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. അല്ല, ഈ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ സപ്പോർട്ടോടുകൂടി എന്ന് പറഞ്ഞ സമയത്ത് അന്ന് ഈ സുകുമാരൻ നായരെ ഒരു രീതിയിൽ വിമർശിക്കാത്തവരാണ് ഇവരൊക്കെ. ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പാർട്ടിക്കാര് ഇപ്പൊ ഈ 26 മെയ്യിന് ശേഷമല്ല സുകുമാരൻ നായർ വന്നത്. പിന്നെ ഗണേഷ് കുമാർ എപ്പോഴും ഒരു ബ്ലാക്ക് മെയിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ആ കാരണം പുള്ളി എപ്പോ അധികാരത്തിന്റെ കൂടെ ഉണ്ടാവും. അധികാര സ്ഥാനത്ത് നിന്ന് അവരെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരുടെ വീക്കെൻഡ്സ് എല്ലാം പിടിച്ചെടുത്ത് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് ഇവരെ ചവിട്ടി പുറത്താക്കുന്നോ അന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു തന്ത്രം ഏത് പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഒരു നമ്മുടെ സംഘടനയിൽ നിൽക്കുമ്പോൾ അയാൾ ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്ക് വേണ്ടത് അധികാരമാണ്. ഇന്നെന്താ ഗണേഷ് കുമാർ പറയുന്നത് സത്യമാണെന്ന്, ഇന്ന് സുകുമാരൻ നായർ പറയുന്നത് തെറ്റാണെന്ന് ഇവർക്കൊക്കെ തോന്നാൻ അന്ന് ഗണേഷ് കുമാർ ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഈ അധികാരം പോയപ്പോഴല്ലേ ഇത് പറയുന്നത്? അപ്പൊ ഗണേഷ് കുമാർ ഈ ജനങ്ങളെ ചതിക്കില്ലായിരുന്നോ? ഈ ആൾക്കാരെ തന്നെ ഗണേഷ് കുമാർ അടക്കം ചതിക്കില്ലായിരുന്നോ? ഇതൊക്കെ കയ്യിൽ വെച്ചോണ്ട് അതൊന്നും പറയാതെ ഗണേഷ് കുമാർ NSSന്റെ ആൾക്കാരെ ചതിക്കുകയല്ലേ ചെയ്തത്, അല്ലെ? ഇപ്പം ഗണേഷ് കുമാർ ജനറൽ സെക്രട്ടറി ആണെന്നുള്ളൊരു മോഹം ഉണ്ടാവും. കാരണം ആൾക്കാരെ കൂട്ടിയിരുത്തി ഇയാൾക്കൊരു ജനറൽ സെക്രട്ടറി ആവണമെന്നുള്ള ഒരു മോഹമായിരിക്കാം ഉള്ളത്. ഗണേഷ് കുമാറിനെ കുറിച്ച് സുകുമാരൻ നായർ പറഞ്ഞത് ശരിയാണ്. ഗണേഷ് കുമാർ എന്താ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? VS-നെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? VS-നെ കുറിച്ചൊക്കെ പറഞ്ഞ വാക്ക് എന്താണ്? ഇത് പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഒരു ബ്ലാക്ക് മെയിലുള്ള എന്തെങ്കിലും ഒന്നുണ്ടാവും. ഏത് ആളെ കൂടെ കൂടിയാലും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഗണേഷ് കുമാറിന്റെ ഒരു നയം. ശരി, താങ്കൾ എൻ്റെ ഒരു ചെറിയ സംശയം കൂടെ. താങ്കൾ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും അംഗീകരിക്കുമ്പോഴും ഈ ഗണേഷ് കുമാർ ഇന്ന് ഉന്നയിച്ച ആരോപണത്തിന് സാധാരണ വലിയ നേതാക്കൾക്കെതിരെ അടക്കം എനിക്ക് തോന്നുന്നു ഒരിക്കൽ VS-നെതിരെ പറഞ്ഞപ്പോൾ മാത്രമാണ് ആ മട്ടിൽ മറുപടി കേരളത്തിലൊരു നേതാവ് ജി സുകുമാരൻ നായർക്ക് നൽകിയിട്ടുള്ളത്. ബാക്കി വി.ഡി. സതീശനെതിരെ, സുരേഷ് ഗോപിക്കെതിരെ, എന്തിനും ഉപരാഷ്ട്രപതിക്കെതിരെ വരെ അടക്കം CB ആനന്ദബോസിനെതിരെയൊക്കെ അതിരൂക്ഷമായ രീതിയിലാണ് ഈ പ്രതികരിക്കുന്നത് സാധാരണ സുകുമാരൻ നായർ. പക്ഷേ ഇന്ന് എന്തോ മയപ്പെട്ട് ഒരു ചെറിയ ഭയമുള്ളതുപോലെയായിരുന്നു പ്രതികരണം. അതെന്താണ് കാരണം? അതാണ് സാർ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഗണേഷ് കുമാറിന്റെ തുറുപ്പ് ചീട്ടുണ്ട്, തിരിച്ചടിക്കാനുള്ള തുറുപ്പ് ചീട്ടും ഫുൾ തെളിവുകൾ അടക്കമുള്ളത് ഗണേഷ് കുമാറിന്റെ ഉണ്ട്. ഇവരെ കയ്യിൽ തെറ്റിപ്പുകളുണ്ട്. പക്ഷെ ഇന്ന് വരെ ഗണേഷ് കുമാർ മിണ്ടാതിരുന്നത് ഗണേഷ് കുമാറിന് അവിടെ അധികാര സ്ഥാനം ഉണ്ട്, ഇന്നത് ഇല്ല. അതുകൊണ്ടാണ് ഗണേഷ് കുമാർ അത് പുറത്തെടുത്തത്. ഗണേഷ് കുമാർ ഇനി പോകാനൊന്നുമില്ല. അഭിപ്രായം വളരെ വ്യക്തമാണ്. രണ്ട് ഭാഗത്തും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ ഒരു വിലയിരുത്തിയുള്ള താങ്കളുടേതായ അഭിപ്രായം. അത് ശ്രീ ഉണ്ണികൃഷ്ണനാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിലുള്ള ഒരു തിരിച്ചടി അല്ല ഇന്ന് സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ മയപ്പെട്ട്, അല്ലെങ്കിൽ സാധാരണ കാണുന്ന ഒരു അറ്റാക്കിംഗ് സുകുമാരൻ നായരല്ല, മയപ്പെട്ട ഒരു ഡിഫൻഡർ സുകുമാരൻ നായരെയാണ് ഇന്ന് കണ്ടത്. ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ വിനോദാണ്, അരൂരിൽ നിന്നാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്താണ് ഈ തർക്കത്തിൽ പറയാനുള്ളത്? ഗണേഷും മാറും സുകുമാരൻ നായരും. ഗണേഷ് കള്ളനാണ്. ഒരു ആദ്യത്തെ പാർട്ടി നിന്നിട്ട് ഉമ്മൻചാണ്ടി ചതിച്ചാണ്. 4 പേജ് എഴുതാനുള്ളത് കുറെ എഴുതി കൊടുത്താണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി, അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു. ഇപ്പൊ എല്ലാ അധികാരവും പോയി. പിന്നെ സിനിമയുടെ കാര്യം പറയണ്ട. സിനിമയിലെ കുറെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്. വാർത്ത പറ്റ അതൊക്കെ പറഞ്ഞത് സ്വത്തും തട്ടിയെടുത്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ തന്നെ സാധനമില്ല, മറ്റവനെ തല്ലും കിട്ടിയിട്ടുണ്ട് ബിജു രാധാകൃഷ്ണന്റെ. ശരിയല്ലേ? അതെന്താ വരാത്തൊന്നും? ഇത് കൊടുക്കണ്ട ഞങ്ങള്. ഇവൻ വലിയ ഗതാഗത മന്ത്രി എന്തൊന്നും കള്ളൻ. അച്ഛൻ നല്ലതായിരുന്നു. ഇപ്പൊ ഒരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ല ഇവന്. കേറ്റില്ല, ഇന്നലെ വന്നൊരു കേറ്റില്ല. അല്ല ശ്രീ വിനോദ്, എൻ്റെ ഒരു ചെറിയ സംശയം,
താങ്കൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. അദ്ദേഹം അധികാരമുള്ളപ്പോൾ പറഞ്ഞില്ല, അധികാരം വിട്ട ശേഷമാണ് പറഞ്ഞത്, അതൊക്കെ പറയുന്നു. ബാക്കി കള്ളൻ എന്ന് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അത് കള്ളനൊന്നുമല്ല. സിനിമ എത്ര പേരെന്നറിയാമോ? അതെന്തായാലും ആയിക്കോട്ടെ, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. അത് അതിൽ എന്തെങ്കിലും കേസ് കൊണ്ടോ തെളിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. ഇപ്പൊ എന്തായാലും പക്ഷേ അല്ല, എൻ്റെ ഒരു സംശയം വിനോദ്, ഈ സാധാരണഗതിയിൽ അപഹസിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ഒരു അപഹസിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ശുനകനെ പോലെ ആവരുത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമല്ലോ, വളരെ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോ പണ്ട് ഈ രണ്ട് തന്തയ്ക്കുണ്ടായമാരിങ്ങനെ പറയുള്ളൂ. ആദ്യം ഒരു പാർട്ടിയിൽ, അല്ല, അത് ഒരാൾ പാർട്ടി മാറുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ സുകുമാരൻ നായർക്ക് ഇന്ന് മറുപടി പറയുമ്പോൾ എന്തോ ഒരു ഭയമുള്ള പോലെ തോന്നിയില്ല. അതെന്താണ്? അല്ല, ഇന്നലത്തെ കാര്യം എന്തിനാണ് ഇവിടുന്ന് മാറ്റി വെച്ചത്? ഏതാണ് അവിടുന്ന് ഇന്നലത്തെ മീറ്റ് മറ്റേ പ്രസ് മന്നത്തുനിന്ന് അപ്പുറത്തെ പ്രസ് ക്ലബിലേക്ക് മാറ്റി വെച്ച എന്തിനാ? അവര് സമ്മതിക്കാത്തത് കൊണ്ട്, അവര് അവിടെ NSSന്റെ ആളിൽ സമ്മതിക്കാത്തതുകൊണ്ട് അവര് പ്രസ് ക്ലബ് ഹാപ്പി പോയി. എന്നെ മറ്റേ ഈ സുകുമാരൻ നായർ ആയിരിക്കും, അതെനിക്കറിയില്ല. അതല്ലേ അറിയണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഗണേശ് ഇത്രയും രൂക്ഷമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സുകുമാരൻ നായർ സാധാരണ ഇതിൽ ഒരു ആക്ഷേപം ഉന്നയിക്കാത്ത VD സതീശനെതിരെയൊക്കെ പറഞ്ഞത് എന്തെല്ലാം എന്നറിയാമല്ലോ. പ്രഗത്ഭരായ നേതാക്കൾക്കെതിരെ VS-നെതിരെ അടക്കം വളരെ മോശപ്പെട്ട ആക്ഷേപം പറയുന്ന ആളായിരുന്നു ഈ സുകുമാരൻ നായർ. ഈ സുകുമാരൻ നായർ പക്ഷേ ഗണേശിനോട് ഇന്ന് പറഞ്ഞപ്പോൾ വളരെ മയപ്പെട്ട് എന്തോ അതിന് ഉള്ളിൽ പുള്ളിയുടെ ഒരു പതിവ് ശൈലിയിലേക്കൊന്നും കയറിയില്ല. എന്തായിരിക്കും കാരണം? അപ്പൊ ഈ ഗണേഷ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? അല്ല, ഞാനത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞ ആക്ഷേപങ്ങൾ സമ്മതിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. തിരിച്ച് ഗണേഷ് കുമാർ അങ്ങനെ ആക്ഷേപം പറയുമ്പോൾ പതിവായി ആര് പറഞ്ഞാലും അവരെയൊക്കെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്ന സുകുമാരൻ നായർ ഇന്ന് മയപ്പെട്ട് നിൽക്കാനുള്ള കാരണം എന്താവും? അത് ഞാനിപ്പോ കണ്ടില്ല, ഞാനിപ്പോ പെട്ടെന്ന് വന്നപ്പോ കണ്ടാണ്. അത് നമുക്ക് നോക്കാം. പക്ഷെ ഇയാള് ഗണേഷ് കുമാർ നല്ല ആളല്ല. ഞാൻ നല്ല ആളാണോ ചീത്ത ആളാണെന്ന് പറഞ്ഞില്ല. ഗണേഷ് കുമാർ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അയാൾ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗണേശിന് അധികാരം പോയ ശേഷമാണ്. പക്ഷേ മറുപടി പറയുന്ന സുകുമാരൻ നായർ സാധാരണ ഇതിൽ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇപ്പൊ മറുപടി വരും എന്നുള്ള പ്രതീക്ഷയിലേക്ക് എത്തുന്നത്. സാധാരണ ഇതിൽ അങ്ങനെയാണ് സുകുമാരൻ നായർ. സതീശനെതിരെയൊക്കെ എന്ത് ആക്ഷേപമാണ് ഉന്നയിച്ചത്? പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടാണ്, ഇന്നലത്തെ സംഭവം കഴിഞ്ഞിട്ടാണ്. ഇന്ന് മയപ്പെട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇന്ന് സുകുമാരൻ നായർ മയപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് എന്റെ ചോദ്യം. അതെനിക്കറിയാം, ഞാൻ കണ്ടില്ല, ഞാനിപ്പോ വന്നോളൂ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് പെട്ടെന്ന് ഇത് കണ്ടത്. ശരി. പക്ഷെ ഗണേഷ് കുമാർ നല്ല ആളൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ പുള്ളി അല്ല, നമ്മൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ളത് നമ്മൾ അവര് നല്ല ആളുകളോ ചീത്ത ആളുകളോ എന്തോ ആയിക്കോട്ടെ, അവർ പറഞ്ഞ അഭിപ്രായങ്ങളും അവരുടെ ചെയ്തികളും മാത്രം നമുക്ക് നോക്കാം. ഉമ്മൻചാണ്ടി കൂടെ ഉമ്മൻചാണ്ടി അതൊക്കെ ഓരോരുത്തർ രാഷ്ട്രീയം മാറുന്നതിനൊക്കെ അവർക്ക് അവരുടേതായ കാരണം കാണില്ല. അപ്പൊ അങ്ങനെ പറയാനെങ്കിൽ സുകുമാരൻ നായർ ഓരോ തവണയും ആരെയൊക്കെ ജയിപ്പിക്കാൻ പറഞ്ഞു, അവരെയൊക്കെ ആരെയൊക്കെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു, അവരൊക്കെ ജയിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചത് സുകുമാരൻ നായർ ഓരോ തവണയും ഈ തവണ സതീശനെ തോൽപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, നടന്നില്ല. കഴിഞ്ഞ തവണ പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, നടന്നില്ല. അതിനു മുമ്പ് VS മത്സരിച്ച സമയത്ത് VS-നെ തോൽപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു, നടന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.